ഹലോ. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യണം. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങിക്കൊണ്ട് നിങ്ങൾ അത് മാനേജ് ചെയ്യണമെന്ന് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുകയും ചെയ്യും, ഞാൻ ദേഷ്യം വരുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യും. പക്ഷേ നമ്മുടെ സാഹചര്യം എത്തുമ്പോൾ, ദേഷ്യത്തിന്റെ ആ ഒരു സാഹചര്യം എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നില്ല. ഒരുവിധം ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല. കാരണം ആ സാഹചര്യമാണ് നമ്മളെ ആ ദേഷ്യത്തിലേക്ക്, എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ മുൻകൂട്ടി കാണുക. ആ ദേഷ്യം അല്ലെങ്കിൽ നമ്മൾക്ക് സമ്മർദ്ദം വരാനുള്ള ആ സാഹചര്യത്തെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും വലിയ അതിനുള്ള പ്രതിവിധി. അല്ലാതെ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ പോയാലും ഞാൻ കൺട്രോൾ ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ പ്രതികരണ ശേഷിയും അതിനെ അനുവദിക്കുകയില്ല. എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ പ്രതികരണ ശേഷിയാണ് ഉള്ളത്. ഒരാൾ സൈലന്റ് ആയാൽ മറ്റാൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിത്വമുള്ള മനുഷ്യരായിരിക്കും. പല മനുഷ്യർക്കും പ്രതികരണ ശേഷി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പ്രതികരിക്കാൻ നമ്മൾ ഏത് സമയവും സന്നദ്ധരായി നിൽക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾക്ക് കൺട്രോൾ ചെയ്യുവാൻ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് അതിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ടേക്ക് കെയർ.